ഹലോ, നമ്മുടെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റംദാൻ സീരീസിൻ്റെ 9ാമത്തെ എപ്പിസോഡായിട്ടുള്ള നല്ല അടിപൊളി ചീസി ചിക്കൻ ബണ്ണിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ ഈസി ആയിട്ടും സിമ്പിളായിട്ടും ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം, വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അടുപ്പത്തൊരു പാന് ചൂടാക്കാൻ വെക്കുക. അപ്പോൾ അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ അൺസോൾട്ടഡ് ബട്ടർ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽട്ടാവുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ മൈദയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മൈദയും ബട്ടറും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതായത് നന്നായിട്ട് നമ്മുടെ മൈദ വെന്ത് കിട്ടണം. ആ ഒരു സമയം വരെ ഒരു 2-3 മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് മൈദ ഒന്ന് മൂപ്പിച്ചെടുക്കാം ബട്ടറിൽ. അപ്പോൾ ഈ ഒരു സമയം നമ്മുടെ ഫ്ലെയിം ഏറ്റവും ലോയിലാക്കിയിട്ട് വേണം ഇത് ചെയ്യാൻ, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൈദ നന്നായിട്ട് വെന്തിട്ട് നല്ല ക്രീമി ടെക്സ്ചറിൽ കിട്ടും. ഇനി ഇതിലോട്ട് 1/2 കപ്പ് സാധാരണ നമ്മൾ പാലുണ്ടല്ലോ, മിൽമ പാൽ, അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് കുറുകി വരണം. ആ ഒരു സമയം വരെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പം നന്നായിട്ട് കുറുകി വന്നാൽ ഇതുപോലെ നല്ല ക്രീമി ടെക്സ്ചറിൽ കിട്ടും കേട്ടോ. അങ്ങനെ നമ്മുടെ മൈദയും പാലും ഒന്നും കൂടി നന്നായിട്ട് ക്രീമി ടെക്സ്ചറിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 2.5 ടേബിൾ സ്പൂൺ മൊസറല്ല ചീസും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ ഒരു ചീസ് ഇല്ലെങ്കിൽ സാധാരണ നമ്മളെ ചീസ് ഉണ്ടല്ലോ, ഷീറ്റ് ചീസ് പോലത്തെ, ആ ഒരു ചീസ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ മൊസറല്ല ആകുമ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് വെലിഞ്ഞ് കിട്ടും. പിന്നെ ഇതിലോട്ട് 1 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലെക്സും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അത് രണ്ടും കൂടി കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സായി കൊടുക്കട്ടെ. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് മിക്സാക്കാൻ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ മിക്സാക്കി കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലോട്ട് ചേർക്കേണ്ടത് ചിക്കനാണ്. സാധാരണ നമ്മൾ ഉപ്പും മുളകും മഞ്ഞളും ഇട്ടിട്ട് പൊരിച്ചെടുത്തിട്ടുള്ള സാധാരണ ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ അത് ഞാൻ എക്സ്ട്രാ വീഡിയോ എടുക്കേണ്ടതെന്ന് വെച്ചിട്ട് സാധാരണ നമ്മൾ വീട്ടിൽ നിന്ന് പൊരിക്കുമല്ലോ, ഉപ്പും മുളകും മഞ്ഞളും ഇട്ടിട്ട്, ആ ഒരു രീതിയിൽ ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് പൊരിച്ചതെടുത്താണ് കേട്ടോ. അപ്പോൾ അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു 150 ഗ്രാം ചിക്കൻ ഉണ്ടാവും കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കട്ടെ. ഈ ഒരു ചിക്കനും കൂടി ഇട്ടിട്ട് ഈ ഒരു ക്രീമിൽ നന്നായിട്ടൊന്ന് മിക്സാകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം 1/2 ടീസ്പൂൺ അളവിൽ ഒറിഗാനോവും കൂടി ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സായി കൊടുക്കട്ടെ. നല്ല ടേസ്റ്റാണ് ഈ ഒരു ഫില്ലിങ്. അങ്ങനെ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റി വെക്കാം. ഇനി വേണ്ടത് ഇതുപോലത്തെ ബന്നാണ്. ഞാനിപ്പോൾ ബർഗറിൻ്റെ സൈസിലുള്ള ബന്നാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ബന്നാണ് കേട്ടോ. അപ്പോൾ 50 രൂപയാണ് ഈ ഒരു 5 ബന്നിന് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ നമുക്കിതുപോലെ ക്രോസ് ചെയ്യുന്ന രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു ഇൻറ്റു ഷേപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം കണ്ട ഉൾഭാഗമൊക്കെ നല്ലോണം ഫില്ലിങ് നിറക്കാവുന്ന രീതിയിൽ തന്നെ നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് ഇതിലേക്ക് നിറച്ച് കൊടുക്കണം. ഫുള്ളായിട്ട് നമ്മൾ നിറച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു ചിക്കൻ്റെ ഫില്ലിങ് 5 ബണ്ണിന് കറക്റ്റ് ഫില്ലിംഗ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡബിൾ സൈസ് ഫില്ലിങ്സ് എടുക്കുക കേട്ടോ. അങ്ങനെ ഇതാ എല്ലാ ബണ്ണിലും ഇതുപോലെ ചിക്കൻ്റെ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് 1 ടേബിൾ സ്പൂൺ ബട്ടറാണ്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ബ്രഷ് വെച്ചിട്ടോ അല്ല സ്പൂൺ വെച്ചിട്ടോ മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. ഇത് നമുക്ക് ബണ്ണിൻ്റെ പുറത്ത് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ വേണ്ടത് മൊസറല്ല ചീസാണ്. അപ്പോൾ മൊസറല്ല ചീസ് കുറച്ചെടുക്കുക. എന്നിട്ട് നമ്മളിത് ആ ബണ്ണിൻ്റെ ഫില്ലിങ് നിറച്ചിട്ടില്ലേ, അതിൻ്റെ ടോപ്പിലായിട്ട് ഇത് ഫുള്ളായിട്ട് നമുക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. ആ ഒരു ചീസ് മെൽട്ടാവുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ, കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ വലിയ ചീസ് ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. പിന്നെ ഇതാ നമ്മുടെ ബട്ടറും മല്ലിയിലും മിക്സ് ഉണ്ടല്ലോ, അത് നമുക്ക് ഈ ബന്നിൻ്റെ പുറത്തൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ചൂടാകുന്ന സമയത്ത് നല്ല സോഫ്റ്റായിട്ട് കിട്ടും, നല്ല ഗ്ലേസിങ്ങും ഉണ്ടാവും. അപ്പോൾ എല്ലാ ബന്നിലും നമുക്കിതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു ചീസി ബണ്ണ് കഴിക്കാൻ. ഉള്ളിലത്തെ ഫില്ലിങ് ആയിക്കോട്ടെ പുറത്തായിക്കോട്ടെ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ.
അപ്പോൾ എല്ലാ ബണ്ണിലും ഞാൻ ഇതുപോലെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് ഒറിഗാനോ ആണ്. ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ഒറിഗാനോ നമുക്ക് എല്ലാ ബണ്ണിൻ്റെ മേലിലും ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ഓരോ നുള്ളു വീതം ഫുള്ളായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സും കൂടി 1/2 ടീസ്പൂൺ വീതം നമുക്കിതുപോലെ കൈ കൊണ്ടൊന്ന് നുള്ളിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഞാനിപ്പോൾ ഓവനിലാണ് വെക്കുന്നത്. 160 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ ജസ്റ്റ് ആ ഒരു ചീസ് മെൽട്ടാകുന്ന സമയം വെറും ഒരു 5 മിനിറ്റ് അത്രയും വേണ്ടൂ, അത്രയും സമയം ഞാൻ മെൽട്ടാക്കാൻ എടുത്തിട്ടുള്ളൂ. ഇത് നമുക്ക് ഓവൻ ഇല്ലാണ്ട് ഉണ്ടാക്കാം. സാധാരണ ഫ്രൈ പാനിൽ നമുക്കിത് വെച്ച് കൊടുത്താൽ മതിയാകും. ജസ്റ്റ് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ആ ഒരു ബന്ന് അതിൻ്റെ മേലിൽ വെച്ചിട്ട് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി. അത് റെഡി ആയിരിക്കും കേട്ടോ. അപ്പോൾ നല്ല ചീസി ആയിട്ടുള്ള, കഴിക്കുമ്പോൾ തന്നെ നല്ല എന്താ പറയുക, അടിപൊളി ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഉറപ്പായിട്ടും നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രം മനൂസ് വേൾഡ്.